ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണെന്ന് പറയുമ്പോൾ കുറച്ച് ഡെക്കറേഷൻ വർക്കുകളാണ്. നമ്മുടെ ബാക്കിലുള്ള വിൻമില്ലിന്റെ ചുറ്റിനും കുറച്ച് പാത്വേ സെറ്റ് ആക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇന്റീരിയർ നമുക്ക് സെറ്റ് ആക്കണം. സോ വീഡിയോയിലിട്ട് കിടക്കാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ വിൻമില്ല്. ഇതിന്റെ കറണ്ട് ലുക്ക് എന്ന് പറയുമ്പോൾ ഇന്റീരിയറിൽ ഇങ്ങനെയാണ്. ഫുള്ള് പൊള്ളയാണ്. പിന്നെ ഇവിടെ ചെസ്റ്റ് ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് ഡേ ബിൽഡ് ചെയ്തതിന്റെ കുറച്ച് ആക്രി സാധനങ്ങളാണ്. നമുക്കിതെല്ലാം യൂസ് ചെയ്യണം. പിന്നെ ഫ്ലോറിങ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ഫ്ലോറിങ് തന്നെ ചെയ്യാം ഗൈസ്. സോ ഇപ്പൊ നമ്മള് നമ്മുടെ ഫ്ലോറിങ്ങിന് പണി സ്റ്റാർട്ട് ചെയ്യാനാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ ഫ്ലോറിങ് തന്നെ. അതൊരു ചെക്ക് പാറ്റേൺ തന്നെ. അത് ഡയറക്റ്റ് പോളിഷ്ഡും അൺപോളിഷ്ഡും ആയിട്ടുള്ള സ്ലാബ്സ് വെച്ചിട്ട്. സോ ഇപ്പൊ നമ്മുടെ ഫ്ലോറിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ കൊള്ളാമെന്നാണ് വിചാരിച്ചത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഒരു സ്റ്റെയർ പോലെ ഉണ്ടാക്കാം. അത് ഞാൻ പ്ലാൻ ചെയ്തെന്ന് പറയുമ്പോൾ ഈ സെൻട്രൽ ബ്ലോക്കിൽ നിന്ന് ഒരു പില്ലർ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്നൊരു സ്പൈറൽ സ്റ്റെയർ കേസാണ് പ്ലാൻ ചെയ്യണത്. അതെന്താവും നമുക്കിനി വഴിയെ കാണാം ഗൈസ്. സോ അപ്പം നമ്മൾ ഇന്റീരിയർ ഈ ഒരു സെറ്റപ്പാണ് ശരിയാക്കണത്. ഒരു സ്റ്റെയർ പോലെ വന്നിട്ട് ഇത് സ്പൈറൽ സ്റ്റെയർ കേസാണ്. നമ്മളിങ്ങനെ വട്ടം കയറി വരുമ്പോൾ ഇവിടെ ഒരു ലെവല്. നമുക്ക് ഇത്രയും ഒരു ബ്ലോക്ക് സ്പേസ് വന്നിട്ടുള്ളൂ. കാര്യം നമുക്ക് ഇറങ്ങാനും കയറാനും ഇത്രയും സ്പേസ് വേണം. അല്ലെങ്കിൽ ഇവിടെ തലടിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നോക്കിയായിരുന്നു കാണിച്ചു തരാം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മ ക്രൗച്ച് ചെയ്ത് ഇറങ്ങാം. പക്ഷെ അത് സ്റ്റിൽ ഒരു ബുദ്ധിമുട്ടാകും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെക്കണോ ഗൈസ്? ആ സീനിൽ നമുക്ക് എന്തായാലും ക്രൗച്ച് ചെയ്ത് തന്നെ ഇറങ്ങാം ഗൈസ്. കാര്യം ബിൽഡിംഗ് അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. സോ ഇപ്പൊ നമ്മൾ ഇന്റീരിയർ എന്തൊക്കെ ചെയ്തിട്ട് ഒരു വൃത്തി വരുന്നില്ല. കാര്യം ഞാൻ ഇവിടെ ടേബിൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലുക്ക് ആയിട്ടില്ല. പിന്നെ നമുക്ക് ആകെയുള്ള വഴി എന്ന് പറയുമ്പോൾ ഈ മോൾ ഭാഗം മൊത്തം ഇങ്ങനെ സ്റ്റെയർ വെച്ചൊരു ഷേപ്പ് ആക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാള് ഡിസൈൻ ചെയ്യാൻ നോക്കാം ഗൈസ്. ഇപ്പൊ ഒരു വൃത്തിയായിട്ടാണ് ഒരു ഫിനിഷിംഗ് പോലത്തെ സെറ്റപ്പ് വന്നിട്ടാണ്. കാര്യം മോൾ ഭാഗം ഫുള്ള് ഡാർക്ക്, താഴത്ത് ഫുള്ള് ലൈറ്റ് ആയിട്ട്. നമുക്ക് ഈ സൈഡും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഗൈസ്. നമുക്ക് ആ സൈഡ് ഉണ്ട് നോക്കുന്ന ഒരു ചെയർ സെറ്റപ്പ്. ഇങ്ങനെ ചെയ്തല്ലോ ഗൈസ്. അടുത്ത് ഈ ഫോക്കസ് ചെയർ വെക്കാം. ഒരു ചെയർ പോലത്തെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ബാക്ക് നമുക്ക് വെറുതെ ഇടാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല അവിടെ. സോ ഇപ്പൊ നമ്മൾ ആ ഒരു സൈഡ് പെയിന്റിങ്ങും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മോൾ ഭാഗം ഫുള്ളൊരു ചെയർ വെച്ച് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. ഈ സൈഡ് ലാൻഡാണ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്ര നമ്മൾ മെയിൻ ആയിട്ട് പുറത്ത് ചെയ്തേക്കണത്. നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചാൽ നമുക്ക് ഇനി മെയിൻ ആയിട്ട് ബാക്കിയുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാത്ത് സെറ്റ് ആക്കണം. അപ്പൊ ഇത് ഈ നൈറ്റ് ഈ ഇതിന്റെ ബിൽഡിന്റെ ലുക്ക് ഇങ്ങനെയാണ് ഗൈസ് വന്നത്. നൈറ്റ് കാണുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഭംഗി, നല്ല തിളങ്ങിയിട്ടുണ്ട്. ഞാൻ മുകളിൽ ആ ലാൻഡ് വെച്ചുകൊണ്ട് തന്നെ മുകളിലെ ലാൻഡിലുള്ള ഫാൻ തിളങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി കിടന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമാവും. സ്പൈഡർ വാതിലടിച്ച് പൊളിക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം ഗൈസ്. സോ ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണെന്ന് പറയുമ്പോൾ ഒരു ചുറ്റിനൊരു പാത്ത് ഉണ്ടാക്കണം. അതിന് നമ്മൾ ഈ ഒരു സെറ്റ് വെപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 2 ബ്ലോക്ക് വീതിയിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇങ്ങോട്ടേക്ക്. സോ ഇപ്പം നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ചുറ്റിന് ഇങ്ങനെ ഒരു ഇതുപോലെ വന്നത്, എന്താ പറയാ, ചുറ്റിനൊരു പാത്ത് പോലെ ഇങ്ങനെ കറങ്ങി വന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ പാത്തിലേക്ക് ഇത് കണക്ട് ചെയ്ത് വേണം. അത് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യാം. ഇത് കണക്ട് ആവണം എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷനിലേക്കാണ്. സോ സെക്കൻഡ് നമ്മുടെ പാത്ത് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി പാത്ത് ഒന്ന് കാണിച്ചു തരാം. ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ എലവേഷൻ പോലെ വരും. അവിടെ നമ്മൾ സ്ലാബ് വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്ട്രെയിറ്റ് ഇങ്ങനെ പോയിട്ട് നമ്മുടെ മെയിൻ പാത്തുകളുടെ സെക്ഷനിലേക്ക്, എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് മൈനിങ് ഏരിയയിലേക്ക് പോകുന്ന സെക്ഷനിലേക്ക് കയറി ചെല്ലും. ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി. ഇനിയിപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിരിക്കണമെന്ന് പറയുമ്പോൾ കുറച്ച് ലാൻഡേൺസ് പോലെ, ലാൻഡേൺസ് അല്ല, ലാമ്പ് പോസ്റ്റ് സംഭവം ചെയ്യാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിൽഡ് ചെയ്ത് കാണിച്ചുതരാം ഗൈസ്. കണ്ടില്ലേ ഗൈസ്, ഈ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്കിതൊരു 2-3 ഈ വഴിയിലൊക്കെ ഉണ്ടാക്കിയേക്കാം. കാര്യം ഇതൊരു സ്ട്രെയിറ്റ് ലോങ് ആയിട്ടുള്ള ഒരു വഴിയാണ്. കാര്യം നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇതുപോലെ എലവേഷൻസോ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അത് ഇവിടെ കുഴപ്പമില്ലെങ്കിൽ അധികം സ്ട്രെയിറ്റ് ആയിരിക്കുന്നുണ്ട് ഒരു ബോറിംഗ് സെറ്റപ്പ് ഇരിക്കണേ.
ഇവിടെ നമുക്കത് ഫുള്ളി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഗൈസ്, ഈ ലാമ്പ് പോസ്റ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട്. സോ ഗൈസ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. നമ്മുടെ ലാമ്പുകൾ ഇവിടെ ഈ സൈഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വഴി ചെല്ലുമ്പോൾ ഇവിടെ കുറേ ലീവ്സും ഇങ്ങനത്തെ ഈ സാധനം, അതിന്റെ പേര് മറന്നുപോയി, ഇതും ഈ കുറച്ച് ലോക്സും പിന്നെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ വീഡിയോ. പിന്നെ നമ്മുടെ ഇന്റീരിയർ ഒന്നുകൂടി കാണിച്ചു. ഇന്റീരിയർ നമ്മൾ എന്തായാലും ഇത്ര ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരു പെയിന്റിങ് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോർ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടും കാര്യങ്ങളും കൊണ്ട് ഞാൻ കാലിയായിട്ടാണ് ഇട്ടേക്കണത് ഗൈസ്. ഇവിടെ പിന്നെ ക്രൗച്ച് ചെയ്ത് കയറണം, അല്ലെങ്കിൽ പിന്നെ നമ്മ ഇവിടെ ഒരു ഫ്ലോർ ഉണ്ടാക്കണം, പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മ ക്രൗച്ച് ചെയ്ത് ഇറങ്ങി അങ്ങോട്ട് ചാടല്ല, നമുക്ക് ഇറങ്ങാനുണ്ടെങ്കിലും ബാക്കി സാധനങ്ങൾ കാണിക്കാനാണ് ചാടി. പിന്നെ ഈ വേറെ സംഭവം നമുക്ക് കാണിക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ മൈനിങ് ഏരിയയിലാണ്. പ്രത്യേകിച്ച് വ്യത്യാസം എന്താന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് സ്റ്റെയർ കേസ് ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ അവസാനം വരെ. അവസാനം നമ്മൾ ഒരു റൂം പോലെയും സെറ്റ് ചെയ്തിട്ടുണ്ട്, അതും കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഇവിടെ ഫുൾ ഡീപ് സ്ലേറ്റ് ആണ്, ഇത്രയും ഭാഗം കോബിൾ സ്റ്റോൺ ആണ്. സോ അപ്പോൾ നമ്മൾ ഇറങ്ങി ആദ്യം തന്നെ ഈ ഒരു അമെത്തിസ്റ്റ് ജിയോയിഡിലാണ്. ഇവിടെ എന്തായാലും കുറച്ച് ഷാർട്സ് ഇതെ ഫുള്ളി ഗ്രോൺ ആയിട്ടുണ്ട്, അത് നമുക്കൊന്ന് കളക്ട് ചെയ്തേക്കാം. 1 2 സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കി താഴെ പോയി കാണിച്ചു തരാം. പിന്നെ വീഡിയോ ഡിലേ ആവണതിന്റെ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ എക്സാം മഞ്ഞുണ്ട്. ഞങ്ങൾക്ക് ഓണം എക്സാം മഞ്ഞുള്ളത് ഒക്ടോബർ 27-ാം തീയതി. അത് ഞങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞത് ഒക്ടോബർ 7-ാം തീയതിയാണ്. അത് പിന്നെയും പോസ്റ്റ്പോൺ ചെയ്തു. അതിന് മുമ്പ് നേരത്തെ ഒരു ഡേറ്റ് വെച്ചത്. അപ്പം അങ്ങനെ എക്സാമിന്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലും റെജിമോന്റെ വീട്ടിലും ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഒരു സമയം കിട്ടാറില്ല. പിന്നെ എക്സാം പോസ്റ്റ്പോണും കൂടി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കംപ്ലീറ്റ് ഒരു പ്ലാനിങ് തെറ്റിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് മഞ്ചട്ടി മുക്കിന്റെ വീഡിയോസ് ഡിലേ ആവണത്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് തന്നെയാണെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു റൂമാണ്. ഇത് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ മൈനിങ് ഏരിയയുടെ റൂംസ് വന്നത്. ഞാൻ അങ്ങോട്ട് കുറേ മൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ കുറച്ച് റെഡ് സ്റ്റോൺ ഉണ്ട്, അത് പിന്നെ അയൺ പിക്കാക്സ് ഞാൻ കൊണ്ടുവരാറില്ല മൈൻ ചെയ്യുമ്പോൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ടേക്കണം. ഇവിടെ എന്തോ ലാവായിട്ട് വന്നിട്ട് നിർത്തിയേക്കണാണ്. ഇവിടെയും കുറെ അങ്ങോട്ടുണ്ട്. പിന്നെ നേരെ ഇത്തിരി ഞാൻ മൈൻ ചെയ്തിട്ടുള്ളൂ. സോ അത്ര തന്നെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.